വാർത്താദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇസ്രായേൽ റെയിൽവേ സ്റ്റേഷനും മൈക്രോസോഫ്റ്റിന്റെ കെട്ടിട സമുച്ചയവും മിസൈൽ ആക്രമണത്തിൽ തകർത്തു. സദേൺ ഇസ്രായേലിലെ ബീർഷേബയിലാകെ നാശം വിധിക്കുന്ന ആക്രമണമാണ് കാണാൻ കഴിഞ്ഞത്. മൈക്രോസോഫ്റ്റിന്റെ കെട്ടിട സമുച്ചയം, മിലിട്ടറി ആസ്ഥാന കെട്ടിടം, റെയിൽവേ സ്റ്റേഷൻ എന്നിവയെല്ലാം ആക്രമിക്കപ്പെട്ടു. ഇസ്രായേൽ ആകെ 3000-നും 5000-നും ഇടയിൽ ആളുകൾ ഭവനരഹിതരായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ പറഞ്ഞിരുന്നത് ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകളും മിസൈൽ ഫാക്ടറികളും സൈനിക താവളങ്ങളും ആക്രമിച്ച് തകർക്കാൻ തങ്ങൾക്ക് ആയി എന്ന് ഇസ്രായേലിന്റെ സൈനിക മേധാവി പറഞ്ഞിരുന്നു. അവരുടെ മിസൈലുകൾ മിക്കവാറും തീർന്നു എന്നും അതുകൊണ്ടാണ് ആക്രമണങ്ങൾ കുറഞ്ഞത് എന്നും പറഞ്ഞവരെയെല്ലാം അമ്പരിപ്പിച്ചുകൊണ്ടാണ് ഈ ആക്രമണങ്ങളെല്ലാം നടന്നത്. ഇതിനിടയിൽ വാഷിംഗ്ടൺ പോസ്റ്റിൽ ഇസ്രായേൽ യുദ്ധം തോൽക്കാൻ പോകുകയാണെന്ന് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അതിനവർ പറയുന്ന ഒരു കാര്യം, ഇസ്രായേൽ ഇറാനിൽ പോയി ബോംബുകളും മിസൈലുകളും അവരുടെ ഫൈറ്റർ ജെറ്റുകളിൽ ചെന്നാണ് അയക്കുന്നത്. കൂടാതെ ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കുന്നുണ്ട്. ഇറാൻ ഇതൊരു വേവ്സ് ആയിട്ടാണ് അയക്കുന്നത്. ഇത് പ്രതിരോധിക്കാൻ അയൺ ഡോം, ഡേവിൻ സ്റ്റിംഗ്, ആരോ മിസൈൽ, അമേരിക്കയുടെ താഡ് പോലുള്ള സംവിധാനങ്ങൾക്ക് വളരെ ചെലവേറിയതുമാണ്. ഇറാന്റെ ഫത്ത-1 എന്ന ഒരു മിസൈലിന് 1,60,00,000 രൂപയാണ് വരുന്നത്. ഒരു ഫത്ത മിസൈൽ ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ചാൽ ഇസ്രായേൽ ഇതിനെ തകർക്കാൻ ആരോ മിസൈലാണ് ഉപയോഗിക്കുന്നത്. ഇതിന് ഇസ്രായേലിന് വരുന്ന ചെലവ് 25 കോടി രൂപയാണ്. അപ്പോൾ ഇറാൻ 200 മിസൈൽ അയച്ചാൽ ഇതിന് പ്രതിരോധിക്കാൻ 200 മിസൈൽ അയക്കേണ്ടി വരും. ഇങ്ങനെ വരുമ്പോൾ ഇസ്രായേലികൾ ഇപ്പോൾ ഓരോ രാത്രിയും സമാധാനമായി കിടന്നുറങ്ങാൻ, മിസൈൽ ആക്രമണം ഉണ്ടാകാതെ പ്രതിദിനം ഉറങ്ങുന്നതിന് ഇസ്രായേൽ ഗവൺമെന്റ് ചെലവാക്കുന്നത് 2300 കോടി രൂപയാണ് എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നത്. ഇങ്ങനെ പോയാൽ 10 ദിവസം അല്ലെങ്കിൽ 11 ദിവസം പിടിച്ചു നിൽക്കാനുള്ള മിസൈൽ ശേഖരമേ ഇസ്രായേലിന്റെ പക്കൽ ഉണ്ടാവുകയുള്ളൂ. ഇത് തന്നെയാണ് ഇറാൻ ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും. ഇങ്ങനെ പോയാൽ മറ്റ് രാജ്യങ്ങൾ ആയുധം നൽകിയില്ലെങ്കിൽ ഇസ്രായേലിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇതിനിടെ ഒരു ശാക്തിക ചേരി രൂപപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ആദ്യ ദിവസങ്ങളിൽ മിണ്ടാതിരുന്ന റഷ്യയും ചൈനയും ഇപ്പോൾ അമേരിക്കയ്ക്ക് എതിരെ വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുക അസാധ്യമാണെന്നും ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആക്രമിച്ച് തകർക്കുന്നത് മേഖലയാകെ സംഘർഷത്തിലേക്ക് പോകുകയും അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും റഷ്യ പറഞ്ഞു. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗസയിലെ പോലെ തന്നെ അത്ര എളുപ്പമാകില്ല ഇറാനിലെ കാര്യങ്ങൾ. 1 വർഷത്തിലധികമായിട്ട് പലസ്തീനിലെ ഹമാസിനെ പൂർണ്ണമായും കീഴടക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. ഇസ്രായേലിനെതിരെ ചൈനയുടെയും റഷ്യയുടെയും പ്രസ്താവനകൾ വരികയും ചെയ്ത പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ചൈനയുടെ 3 ചരക്ക് വിമാനങ്ങൾ ഇറാന്റെ വ്യോമപരിധിക്ക് അടുത്തെത്തിയപ്പോൾ റഡാറിൽ നിന്നും അപ്രത്യക്ഷമാവുകയാണുണ്ടായത്. പാശ്ചാത്യ മാധ്യമങ്ങൾ പറഞ്ഞത് ഈ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന എയർപോർട്ടിൽ എത്തിയിട്ടില്ല എന്നും ഇത് ഇറാന് ആയുധങ്ങളുമായി പോയ വിമാനങ്ങൾ ആണെന്നും പറഞ്ഞിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇറാൻ 10,000-കണക്കിന് ഡ്രോണുകൾ നൽകി സഹായിച്ചതാണ്. ഒരു സന്നിധ ഘട്ടം വരുമ്പോൾ റഷ്യ തീർച്ചയായും ഇറാനെ സഹായിക്കുക തന്നെ ചെയ്യും. ന്യൂസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.